Sivaya Nama, Tiruchitrambalam. Welcome back to our program on a 360-degree view of Ninth Tirumurai. We are happy and proud to announce Introduction to Ninth Tirumurai in Malayalam language. If we look at this, we have been introducing various languages. We started with Japanese, then we moved on to Spanish, then we started with also Hindi. Now we are moving on to the next language, which is Malayalam. I'm happy to announce this particular program. The speaker today is one of a very ardent Shiva devotee, Madam Lalita. She's working as a tutor and instructor in a nursing school, and she has been training many youngsters. Basically, someone who needs to be working with youngsters, right? So she's actually working in that part, but she's very attached to Lord Shiva. And anytime when you talk about Lord Shiva, she's always there in for the game. She's going to introduce us to the ninth Tirumurai in Malayalam language. Without further ado, let me hand over the stage to Madam Sivaya Nama. சிவாய நம. திருச்சிற்றம்பலம். தென்னாடுடைய சிவனே போற்றி, எந்நாட்டவர்க்கும் இறைவா போற்றி, ஏகம்பத்துரை எந்தாய் போற்றி, பாகம் பெண்ணுருவானாய் போற்றி, காவாய் கனகத்திரளே போற்றி, கைல மலையோனே போற்றி போற்றி. திருச்சிற்றம்பலம். நமஸ்காரம். എല്ലാം വല്ല അണ്ണാമലയാരിൻ പാദമലർകൾ നമസ്കരിച്ചുകൊണ്ട് 12 തിരുമുറയെ പറ്റിയുള്ള ഒരു ചില വിവരണങ്ങൾ പറയുവാനാണ് ഇന്ന് എനിക്ക് തിരു ലാവണ്യാമ്മ അവർകൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം. ആദ്യമായി 12 തിരുമുറകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് 63 നായന്മാരുടെ 12 ശിവസ്തുതികൾ അടങ്ങിയ 12 പുസ്തകങ്ങളെയാണ് നമ്മൾ 12 തിരുമുറ എന്നറിയപ്പെടുന്നത്. ഈ 12 തിരുമുറകളുടെ ചരിത്രം എന്ന് നോക്കിയാൽ 6-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ശിവഭക്തர்களായ കവികൾ രചിച്ച ശിവസ്തുതികളാണ് 12 തിരുമുറ എന്ന് അറിയപ്പെടുന്നത്. 10-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന തിരു രാജരാജ ചോഴൻ ഒന്നാമന്റെ ഭരണകാലത്ത് ചിദംബരം ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പുസ്തകങ്ങളാണ് തിരുമുറ എന്ന് നാം അറിയപ്പെടുന്നത്. തിരു രാജരാജ ചോഴന്റെ നിർദ്ദേശപ്രകാരം തിരു നമ്പിയാണ്ടാർ നമ്പി എന്ന കവി ക്രമീകരിച്ച പുസ്തകങ്ങളാണ് ഈ 12 തിരുമുറകൾ എന്ന് നാം അറിയപ്പെടുന്നത്. 12 തിരുമുറകളിൽ ഇതിൽ ആദ്യത്തെ 1, 2, 3 എന്നീ തിരുമുറകളെ തിരുஞான സമ്പന്തർ എന്ന കവി പാടിയിരിക്കുന്നു. ഇതിനെ തിരുക്കടൈക്കാപ്പ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അടുത്തതായി 4, 5, 6 എന്നീ തിരുമുറകളെ തിരുനാവുക്കരസർ എന്ന കവി പാടിയിരിക്കുന്നു. ഈ തിരുമുറകളെ തേവാരം എന്ന് നമ്മൾ അറിയുന്നു. അടുത്തതായി 7-ാം തിരുമുറയിലെ സുന്ദരർ എന്ന കവി പാടിയിരിക്കുന്നു. ഈ കൃതിയെ തിരുപ്പാട്ട് എന്ന് അറിയപ്പെടുന്നു. അടുത്തതായി 8-ാം തിരുമുറയെ തിരുമാണിക്യവാസകർ എന്ന കവി പാടിയിരിക്കുന്നു. ഈ കൃതിയെ തിരുവാസകം തിരുക്കോവയാർ എന്ന് അറിയപ്പെടുന്നു. 9-ാം തിരുമുറയെ 9 ശിവഭക്തർകൾക്കായ കവികൾ പാടിയിട്ടുള്ള കൃതികളാണ്. ഈ കൃതിയെ തിരുവിസൈപ്പ തിരുപ്പല്ലാണ്ട് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അടുത്തതായി 10-ാം തിരുമുറി തിരുമൂലർ എന്ന കവി പാടിയിട്ടുള്ള കൃതികളാണ് 9-ാം തിരുമുറി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അടുത്തതായി 11-ാം തിരുമുറി എൻപെരുമാൻ മഹാദേവൻ, കാരക്കാൽ അമ്മയാർ, ചേരമാൻ പെരുമാർ തുടങ്ങിയ 12 ശിവഭക്തരുടെ ഭക്തി കീർത്തനങ്ങൾ അടങ്ങിയ കൃതിയെ 11-ാം തിരുമുറി എന്ന പുസ്തകമാക്കി. പിന്നീട് ഇവകളോടൊപ്പം സേക്കിയാർ പെരുമാൻ എന്ന കവിയുടെ കീർത്തനങ്ങൾ 12-ാം തിരുമുറി എന്ന പുസ്തകം തയ്യാറാക്കി. ഈ കൃതിയെ പെരിയ പുരാണം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. ഇതാണ് 12 തിരുമുറകൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം. അടുത്തതായി തിരുമുറകളെ പറ്റിയുള്ള എത്ര എണ്ണം എന്ന് നമുക്ക് നോക്കാം. 1-ാം തിരുമുറി, 2-ാം തിരുമുറി, 3-ാം തിരുമുറി തിരുஞான സമ്പന്തർ 1-ാം തിരുമുറയിൽ നിന്നും 1469 കീർത്തനങ്ങളും 2-ാം തിരുമുറയിൽ നിന്ന് 1331 കീർത്തനങ്ങളും 3-ാം തിരുമുറയിൽ നിന്നും 1380 കീർത്തനങ്ങളും 4-ാം തിരുമുറയെ തിരുനാവുക്കരസർ എന്ന കവി പാടിയിരിക്കുന്നു. അവർ 1070 പാട്ടുകളും 5-ാം തിരുമുറയെ 1016 പാട്ടുകളും 6-ാം തിരുമുറയെ 980 പാട്ടുകളും 7-ാം തിരുമുറയെ സുന്ദരം 1026 പാട്ടുകളും 8-ാം തിരുമുറിയിലെ തിരുമാണിക്യവാസകർ എന്ന കവി
1058 എന്ന കീർത്തനവും പാടിക്കുന്നു. 9-ാം തിരുമുറയിൽ 9 കവികൾ 301 പാട്ടുകളും, 10-ാം തിരുമുറ തിരുമൂലർ 3000 പാട്ടുകളും, 11-ാം തിരുമുറയിൽ 12 കവികൾ 1385 പാട്ടും, 12-ാം തിരുമുറയിൽ സേക്കിഴ പെരുമാൻ 4028 പാട്ടുകളും, ആകെ 18,303 കീർത്തനങ്ങളാണ് മൊത്തമായി ഈ 12 തിരുമുറകളിൽ ഉള്ളത്. അടുത്തതായി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു തിരുമുറ എന്ന് പറഞ്ഞാൽ അത് 8-ാം തിരുമുറ തിരുമാണിക്യവാസകർ അവർ പാടിയിട്ടുള്ള തിരുത്തശാങ്കം എണ്ണപ്പതികം എന്ന ഒരു കൃതി തില്ലയിൽ എഴുന്നരുളിയത്. അത് ഞാൻ ഇവിടെ പാടാൻ പോവുകയാണ്. ശിവായ നമ. തിരുച്ചിറ്റമ്പലം. പാറുരുവായ പിറപ്പറ വേണ്ടും ഭക്തിമയും പെറ വേണ്ടും ശീറുരുവായ ശിവപെരുമാനെ செங்கமல மலர் போலே ஆருருவாய என்னாரமுதே உன்னடியவர் தொகை தடுவே ஓருருவாயவின் திருவருள் காட்டி என்னையும் வீய கொண்டருளே உரியே நல்லேன் உனக்கு அடிமை உன்னே பிரிந்திங்கொரு பொழுதும் தரியேன் நாயேன் இன்னது என்று அறியேன் சங்கரா கருணையினான் பெரியோன் ஒருவன் கண்டுகொள்ளென்றுன் பொய்களல் அடி காட்டி பிரியேன் என்றென்று அருளிய அருளும் பொய்யோ எங்கள் பெருமானே என்பே உருக நின்னருள் அளித்தும் இணைமலரடி காட்டி முன்பே என்னை ஆண்டு கொண்ட முனிவா முனிவர் முழு முதலே இன்பே அருளி என்னே உருக்கி உயிருண்கின்ற எம்மானே நன்பே அருளாய் என்னுயிர் நாதா நின்னருள் நானாமே பத்திலன் ஏனும் பனித்திலன் ஏனும் உன்னுயர்ந்தவை கழல் காணா பித்திலன் ஏனும் பிதற்றிலன் ஏனும் பிறப்பறுப்பாயம் பெருமானே முத்தணையானே மணியணையானே முதல்வனே முறையோ என்று எத்தனே யானும் யான் தொடர்ந்துன்னே இனி பிரிந்து ஆற்றேனே காணும் அதொழிந்தேன் நின்திரு பாதம் கண்டு கண்களி கூற பேணும் அதொழிந்தேன் பிதற்றம் அதொழிந்தேன் பின்னேயம் பெருமானே தானுவே அழிந்தேன் நின்னினை தூருக்கும் தன்மேயன் புன்மகளால் காணும் அதொழிந்தேன் இனி நீ வரினும் காணவும் நானுவனே பால் திரு நீட்டும் எம்பரமனே பரம் கருணையோடு எதிர்த்து தோற்றிமை அடியார்க்கே அருள் துறை அளிக்கும் சோதியே நீதியில்லேன்
போற்றி என் அமுதே என நினைத்தேந்தி புகழ்ந்து அழைத்து அலறி என்னுள்ளே ஆற்றவன் நாக உடையவனே என்னே ஆவயந்தருளாயே. திருச்சிற்றம்பலம். അടുത്തതായി 12 തിരുമുറകളിൽ നിന്നും 9ാം തിരുമുറയെ പറ്റിയുള്ള ഒരു ചില വിവരങ്ങൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോവുകയാണ്. 9ാം തിരുമുറയെ തില്ലേ തിരുമുറയെന്നും നമ്മൾ അറിയപ്പെടും. 9ാം തിരുമുറയിൽ നിന്നും ആദ്യമായി ഒരു കീർത്തനം ആലപിക്കുന്നു. ഒളി വളർ വിളക്കേ ഉലപ്പിലാ ഒன்றേ ഉണർവു ചൂഴ് കടந்தோர் ഉണർവേ தெளிவளர் பളുங்கின் திறன்மணி குன்றே சித்தத்துள் தித்திக்கும் தேனே அறிவளருள்ளத்தே ஆனந்த கனியே அம்பலம் மாடரங்காக வெளிவள தெய்வ கூத்துகந்தாயே தொண்டனேன் விளம்புமா விளம்பே இடர் கெடுத்தென்னே ஆண்டு கொண்டென்னுள் இருட்பிழப்பறையேறின் எழுந்த சுடர்மணி விளக்கின் உள்ளொளி விளங்கும் தூயன ஜோதியுள் ஜோதி அடல் விடை பாகா அம்பல கூத்தா அயனோடு மாலரி யாமே படரொளி பரப்பி பரந்து நின்னாயே தொண்டனேன் தனியுமா பணியே. തിരുച്ചിറ്റമ്പലം. 9ാം തിരുമുറി എന്നാൽ 9 ശിവഭക്തരായ കവികൾ ആലപിച്ചിട്ടുള്ള ശിവസ്തുതികളാണ് 9ാം തിരുമുറി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. 9 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടുത്തതിലേക്കുള്ള ആരംഭം എന്ന് പറയാം, ഇല്ല ഒരു തുടക്കം എന്നും പറയാം. ഇനി തമിഴിൽ അതിനൊരു വേറൊരർത്ഥം കൂടിയുണ്ട്. തൊണ്ട് എന്നൊരർത്ഥമുണ്ട്. തൊണ്ട് എന്ന് പറഞ്ഞാൽ സേവിക്കുക, അതായത് ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നർത്ഥം. ആരെ സേവിക്കണം? ഈശ്വരനെ സേവിക്കണം. ഈശ്വരനെ എങ്ങനെ സേവിക്കണം? ഈശ്വരനിൽ എങ്ങനെ അഭയം തേടണം? പ്രാർത്ഥിക്കുക, മനമുരുകി കണ്ണുനീർ വരം പോലെ ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് തിരുമുറ കവിതകൾ പാടുക. തിരുമുറ കവിതകൾ ഏത് സമയം വേണമെങ്കിലും നമ്മൾ ആലപിക്കാം. അതിനായി സമയം നോക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പഞ്ചാക്ഷര മന്ത്രമായ ഓം നമഃശിവായ, ശിവായ നമ എന്നുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ചുറ്റും ആത്മശുദ്ധി ലഭിക്കും. നമുക്ക് ചുറ്റും പ്രകാശമായി ലഭിക്കും. ആത്മശുദ്ധി നമ്മൾക്ക് ലഭിക്കും. ആത്മശുദ്ധി ലഭിച്ചാൽ, അതായത് നമ്മളുടെ ആത്മാവ്, ഉള്ളുകൊള്ളേയിരിക്കുന്ന ആത്മാവിന് ശുദ്ധി ലഭിച്ചാൽ നമ്മൾക്ക് ഈശ്വരനെ കാണാൻ പറ്റും, ഈശ്വര ദർശനം കിട്ടും. അങ്ങനെയുള്ള ശക്തിയുള്ള കീർത്തനങ്ങൾ ഉള്ള ഒരു തിരുമുറയാണ് 9ാം തിരുമുറ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. അടുത്തതായി 9ാം തിരുമുറയിലുള്ള കവികളെ പറ്റി, കീർത്തനങ്ങളെ പറ്റി നോക്കാം. 9ാം തിരുമുറയിൽ തിരുവിസൈപ്പ, തിരുപ്പല്ലാണ്ട് എന്ന കീർത്തനങ്ങളാണ് ഉള്ളത്. ഇവയിൽ തിരുവിസൈപ്പ 28 കീർത്തനങ്ങൾ, അതായത് 288 സങ്കീർത്തനങ്ങളും, തിരുപ്പല്ലാണ്ട് എന്ന കൃതിയിൽ 13 കീർത്തനങ്ങൾ, അതായത് ഒരു കീർത്തനം, അതായത് 13 സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. ആകെ 301 സങ്കീർത്തനങ്ങൾ. അടുത്തതായി 9ാം തിരുമുറയിലെ കീർത്തനങ്ങൾ ആലപിച്ചവരുടെ പേരുകൾ: തിരുമാളികை തേവർ, സേന്തനാർ, കരുവൂർ ദേവർ, പൂന്തുരുത്തി നമ്പികാട് നമ്പി, കണ്ഠരാദിത്യർ, വേണാട്ടടികൾ, തിരുവാലി അമുദനാർ, പുരുഷോത്തമൻ നമ്പി, സേത്തിരായർ. ഇതിൽ സേന്തനാർ എന്ന കവി തിരുപ്പല്ലാണ്ട് എന്ന പാട്ടും പാടിയിട്ടുണ്ട്. അടുത്തതായി 9ാം തിരുമുറയിലെ കീർത്തനങ്ങൾ ആലപിച്ച ക്ഷേത്രങ്ങളെ പറ്റി നോക്കാം. ആകെ 29 കീർത്തനങ്ങൾ 14 ക്ഷേത്രങ്ങളിലായിട്ടാണ് ആലപിച്ചിട്ടുള്ളത്. ഇതിൽ ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ 16 കീർത്തനങ്ങളും, ഗംഗകൊണ്ട ചോഴേശ്വരം ഒരു കീർത്തനവും, തിരുക്കളന്തി ആദികേശ്വരം ഒരു കീർത്തനവും, തിരുമുഖത്തലൈ ഒരു കീർത്തനം, തിരുക്കീഴ്ക്കോട്ടൂർ ഒരു കീർത്തനം, തിரை നോക്കിയ സുന്ദരം ഒരു കീർത്തനം, തിരുപ്പൂവനം ഒരു കീർത്തനം, തിരുച്ചാട്ടിയംകുടി ഒരു കീർത്തനം, തഞ്ചൈ പെരിയ കോവിൽ ഒരു കീർത്തനം,
തിരുവിടൈ മരുതൂർ ഒരു കീർത്തനം, തിരുവാരൂർ ഒരു കീർത്തനം, തിരുവിഴി മടലൈ തിരുവിഴി മഴലൈ ഒരു കീർത്തനം, തിരുവാടും തുറൈ ഒരു കീർത്തനം, തിരുവിടൈക്കാഴി ഒരു കീർത്തനം. ആകെ 14 ക്ഷേത്രങ്ങളിൽ 14 ക്ഷേത്രങ്ങളിൽ ഇതിൽ ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ മാത്രം 16 കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഓരോരോ കീർത്തനങ്ങളാണ് പാടിയിട്ടുള്ളത്. അടുത്തതായി തിരുവിസൈപ്പ തിരുപ്പല്ലാണ്ട് എന്ന കൃതി പാടിയ സേന്തനാർ പറ്റി എനിക്കറിഞ്ഞ ഒരു ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പകർത്താൻ ആഗ്രഹപ്പെടുന്നു. അടുത്തതായി സേന്തനാർ എന്ന കവി. സേന്തനാർ ആരെന്ന് നമുക്കറിയത്തില്ല. ഞാനിത് ഒരുപാട് അവരെ പറ്റി സെർച്ച് ചെയ്ത് അങ്ങനെ എടുത്ത കളക്ഷനാണ് ഇന്ന് ഞാൻ സേന്തനാരെ പറ്റി ഒരു ചില വിവരങ്ങൾ നിങ്ങളോട് പകരാൻ പോകുന്നത്. സേന്തനാർ എന്ന കവി പല 100 കോടി ക്ഷണത്തിൽ പിറന്നവർ. ഇവർ ഒരു അതിശയപ്പിറവി എന്നുകൂടി പറയാം. ഇവർ പട്ടണത്താരൻ കീഴിൽ അവരുടെ കണക്കുകൾ മറ്റും നോക്കുന്ന ഒരു സാധാരണ കണക്ക് പിള്ളை എന്ന് പറയും. തന്നുടെ ജോലിക്ക് ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നത്. പണത്തിന്മീത് മോഹമില്ലാത്ത സേന്തനാർ തന്നുടെ ഭാര്യയും മക്കളുമായി ജില്ലയിൽ വരികയും അവിടെ വന്ന് വസിക്കുന്ന സമയം അവർ ഒരു വിറക് വെട്ടിയായിട്ടാണ് തന്റെ ഉപജീവനം നടത്തിയിരുന്നത്. അവർ ദിവസവും കാട്ടിൽ പോയി വിറക് വെട്ടി അത് വിറ്റ് കിട്ടുന്ന സ്വല്പ പണത്തിൽ നിന്നും ഒരു ശിവഭക്തനെങ്കിലും ഭക്ഷണം കൊടുത്ത് തന്നുടെ ശിവഭക്തിയെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സാക്ഷാൽ മഹാദേവനെ സേന്തനാർ വീട്ടിൽ ഒരു ശിവഭക്തനെ പോൽ വരികയും സേന്തനാർ കൊടുത്ത കളി, അതായത് കഞ്ഞിക്കുറുക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അത് അവരിടം വാങ്ങി കുടിക്കുകയും തന്നുടെ മിച്ചത്തെ ഉള്ളത് വാങ്ങി തന്നുടെ തിരുമേനിയിൽ പൂശിയും സേന്തനാരുടെ ഉന്നതമായ ശിവഭക്തിയെ ലോകം മുഴുവനും അറിയിക്കുകയും ചെയ്തു. അടുത്തതായി സേന്തനാർ ചിദംബരത്തിൽ വസിക്കുന്ന സമയം മാർഗഴി ഉത്സവ സമയം നടരാജ പെരുമാൻ എഴുന്നരുളി വരും രഥം മുൻപോട്ട് ചലിക്കാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഭക്തர்கள் എല്ലാവരും വിഷമിച്ചു. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആകാശത്തിൽ ഒരു അശരീരി കേട്ടു, സേന്ത പല്ലാണ്ട് പാടുകയെന്ന്. അത് കേട്ട സേന്തനാർ ഈശ്വരൻ അരുളാൽ மண்ணுகத்தில்லை வளர்க நம் பக்தர்கள் வஞ்சகர் போயகல பொன்னின் செய் மண்டபத்துள்ளே புகுந்து புவனியெல்லாம் விளங்க அன்ன நடை மடவான் உமைகோன் அடியோமோ கருள் புரிந்து பின்னே பிறவி யருக்க நெறிந்தந்த பித்தர்க்கு പല്ലാണ്ട് കൂറുതുമേ എന്നുള്ള ഒരു തിരുപ്പല്ലാണ്ടിൽ നിന്നും ഒരു കീർത്തനം പാടുകയും തിരുപ്പല്ലാണ്ട് എന്ന കീർത്തനം ആലപിക്കുകയും രഥം തന്നെത്താനെ പോയി എവിടെ പോയി ചേരണമോ ആ സ്ഥലത്ത് പോയി അതുമായിട്ട് നിൽക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ശക്തിയുള്ള കീർത്തനങ്ങളാണ് 9ാം തിരുമുറയിൽ ഉള്ളത്. ഇതോടെ ഞാൻ എന്റെ ചെറിയ വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പകർന്നിരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക, വന്ദിക്കുക. നമസ്കാരം. തിരുച്ചിറ്റമ്പലം. തെന്നാടുடைய ശിവനെ പോറ്റി, എന്നാട്ടവർക്കും ഇறைவா പോറ്റി. 9ാം തിരുമുറയിൽ നിന്ന് മിച്ചം മണ്ണുകതില്ലിൽ നിന്ന് പാടില്ല. ആരാർ വந்தார் அமரர் குழாத்தில் அணியுடை ஆதிரை நாள் நாராயணனோடு நான்முகன் அங்கி இரவியும் இந்திரனும் தேரார் வீதியில் தேவர் குழாங்கள் திசை அனைத்தும் நிறைந்து பாரார் தொல் புகழ் பாடியும் ஆடியும் பல்லாண்டு கூறுதுமே. சிற்றம்பலம்.